നമ്മളെന്നും പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണ്. ഈശോ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നുമുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാണ് പരിശുദ്ധ കുർബാനയുടെ ആരാധന? അതിൻ്റെ പ്രാധാന്യം എന്തായിരിക്കാം? ആദിമസഭയുടെ ജീവിതത്തിൽ അപ്പം മുറിക്കൽ ശുശ്രൂഷയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് വിശുദ്ധ കുർബാന അർപ്പണം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ വിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ യഥാർത്ഥ സാന്നിധ്യത്തെ കൂടുതൽ തിരിച്ചറിയുകയും ആ ഈശോയുടെ സാന്നിധ്യത്തോടുള്ള ഭക്തിയും വിശ്വാസവും പ്രകടിപ്പിക്കാനായി ദിവ്യകാരുണ്യ ആരാധന സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് മധ്യ കാലഘട്ടങ്ങളിൽ വിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ യഥാർത്ഥ സാന്നിധ്യം ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ ഈശോയുടെ സാന്നിധ്യത്തിലുള്ള വിശ്വാസത്തെ കൂടുതൽ പ്രഖ്യാപിക്കാനായി, ഉറപ്പിക്കാനായി ദിവ്യകാരുണ്യ ആരാധന തിരുസഭയുടെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടുള്ള ആരാധനാ രീതിയായി മാറുകയാണ് ഉണ്ടായത്. നാം സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന അപ്പത്തിൽ ഈശോ എന്ന വ്യക്തി പരിപൂർണമായും സന്നിഹിതനാണ്. ആ ഈശോയെ ആരാധിക്കുക എന്നത് ആരാധനാ സമൂഹമായ നമ്മളുടെ കടമയും ഉത്തരവാദിത്വവുമാണ്. അതുകൊണ്ട് തന്നെ നാം ആരാധനയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആരാധനയ്ക്കായി സക്രാരിയിൽ നാം വിശുദ്ധ കുർബാന സൂക്ഷിക്കാറുണ്ട്. അത് അരുളിക്കയിൽ എഴുന്നള്ളിച്ച് വെച്ച് ആരാധിക്കാറുമുണ്ട്. ഇങ്ങനെ വിശുദ്ധ കുർബാനയിൽ ഈശോയെ നാം ആരാധിക്കുമ്പോൾ ഈശോയിലുള്ള നമ്മളുടെ വിശ്വാസവും ഭക്തിയും നാം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്.